So ഞാൻ പറയുന്നത് you go to bed with KMRL and get up with KMRL. Sometime a child-like feeling will come. അതാണെങ്കിൽ നല്ലതാണ്. ഇറ്റ് ഇസ് എ സെലക്ഷൻ. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അത് കിട്ടിയില്ലാതെ കൊണ്ട് എനിക്ക് ഓഫ്കോഴ്സ് ഞാൻ പറയൂല എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചോദിക്കാറുണ്ടോ, ഡിഡ് ഐ ഡു എനിത്തിങ് റോങ്? ഇഫ് ഐ സേ ഗെറ്റ് ആൻസർ ഈസ് നോ. മലയാളിയെ ഒരുപാട് സ്നേഹിക്കുന്ന, ഈ മലയാള നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, മലയാളി അല്ലെങ്കിൽ കൂടി മലയാളം സംസാരിക്കുകയും മുണ്ടെടുക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ മുൻ പോലീസ് മേധാവി, ഇപ്പോൾ അദ്ദേഹം കൊച്ചി മെട്രോയുടെ MD ആണ്, ശ്രീ ലോക്നാഥ് ബെഹ്റ. അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. 1985 അങ്ങ് ആലപ്പുഴയിലെ ASP ആയിട്ടാണ് അങ്ങയുടെ ആദ്യത്തെ നിയമനം. അതിനുശേഷം കേരള പോലീസ് സേനയുടെ വിവിധ മേഖലകളിൽ മേധാവിയായിട്ട് അങ്ങിരുന്നു. ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത, ദേശീയ സുരക്ഷയെ കൈകാര്യം ചെയ്ത ഒരാൾ, കേരളത്തിൻ്റെ വികസന രംഗത്തൊരു ബിംബമായി നിൽക്കുന്ന KMRLൻ്റെ കൊച്ചി മെട്രോയുടെ MD ആയിട്ട് വരുമ്പോൾ അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പുതിയ ദൗത്യത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെ വെല്ലുവിളികളാണ് അങ്ങയുടെ മുന്നിലുള്ളത്? ആക്ച്വലി ഇതൊരു ചാലഞ്ചാണ്. കാരണം നമ്മുടെ ഇതുപോലെ തന്നെ ഇന്റർണൽ സെക്യൂരിറ്റി, ലോ ആൻഡ് ഓർഡർ, ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ജോലി ചെയ്യുന്ന ആൾ ഒരു ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ നേരെ ചാടുന്നുണ്ടോ, പിന്നെ അതൊരു ഡെഫിനറ്റായിട്ട് ഒരു ചാലഞ്ചാണ്. പക്ഷേ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഞാൻ CBIയിലുള്ള സമയത്ത്, കേരള പോലീസിലുള്ള സമയത്ത്, വിജിലൻസിലുള്ള സമയത്ത് ഞങ്ങൾ ചില രീതിയിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസിലെ മേധാവിയായ സമയത്ത് ഒരുപാട് പ്രൊജക്ട്സുകൾ കൊണ്ടുവന്നിട്ട് കോൺസ്ട്രക്ഷൻ ഓർ കമ്പ്യൂട്ടറൈസേഷൻ, മോഡേണൈസേഷൻ എല്ലാ പ്രൊജക്ട്സ്. സോ അതിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ ഇത് ഞാൻ പഠിക്കുന്നുണ്ടോ, കാരണം ഇതിലൊരു ടോട്ടൽ കംപ്ലീറ്റ് ടെക്നിക്കലാണ് മെട്രോ, പിന്നെ കാര്യങ്ങൾ, പിന്നെ അത് കൂടാതെ നോൺ ടെക്നിക്കൽ കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ, ഒരു ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ. സോ എനിക്ക് തോന്നുന്നു ദാറ്റ് അത്ര ഡിഫിക്കൽട്ട് ഉണ്ടാക്കില്ല. കാരണം ഇത്ര വർഷത്തെ ജോലിയുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്. 36 വർഷം ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്, ലോകത്തിൽ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഒരു സീനിയർ ലെവലിലെ മാനേജ്മെൻറ്റ് സ്കില്ലാണോ ഇമ്പോർട്ടൻറ്റ്. അത് പിന്നെ കുറച്ച് ഡൊമൈൻ നോളജ് വേണം. ആ ഡൊമൈൻ നോളജിനെ ഞാൻ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പക്ഷേ അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഒരു പ്രോബ്ലം, ഒരു ക്രൈസിസ്. അതുകൂടാതെ ഈ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടെക്നിക്കൽ ആൾക്കാരുണ്ട്, കോമ്പിറ്റൻ്റ് ആൾക്കാർ. അവരുടെ കാര്യങ്ങൾ സാധാരണ രീതിയിൽ ചെയ്തോളൂ. ഞാൻ അതിലെ ടെക്നിക്കൽ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഇടപെടാൻ ഒരു സ്കോപ്പൊന്നുമില്ല. പക്ഷേ അതിൽ മാനേജ്മെൻറ്റ്സ് ഉണ്ട്, എത്ര ആൾ വേണം, എൻ്റെ പൈസയുടെ കാര്യങ്ങൾ, പിന്നെ ഏത് രീതിയിൽ ചെയ്താൽ പിന്നെ പെട്ടെന്നാവും, അപ്പോൾ ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ദി ഓർഗനൈസേഷൻ, ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്ററുടെ കാപ്പബിലിറ്റി ഓൾസോ ഈസ് വെരി മച്ച് റിക്വയർഡ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കേരളത്തിൽ മെട്രോ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ പല കാര്യങ്ങളിലും വി ആർ ദ ഫസ്റ്റ്. 45 മാസങ്ങൾ കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു ഫേസ് പെട്ടെന്ന് പൂർത്തിയാക്കിയത്. മറ്റ് മെട്രോകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത ഒരു കാര്യം. മാത്രമല്ല, നമ്മളൊരു ഗോയിങ് ഗ്രീൻ, ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന നിലയിൽ നമ്മൾ എല്ലാ സ്റ്റേഷനുകളിലും സോളാർ പാനലുകൾ ഘടിപ്പിച്ചു. ഒരു 6 പില്ലർ വരുമ്പോഴും അവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ, അത് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് റീസൈക്കിൾ ചെയ്തുകൊണ്ട് വിപ്ലവകരമായൊരു തീരുമാനം ട്രാൻസ്ജെൻഡറുകൾക്ക് നിയമനം കൊടുത്തു എന്നുള്ളതാണ്. അത് പല രീതിയിലും കേരളത്തിലെ കൊച്ചി മെട്രോ ആണ് ആദ്യം. പക്ഷെ അത് ആ ഒരു വി ആർ ദ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അതിനൊരു വേഗം കുറഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെല്ലെപ്പൊക്കെ ആയോ നമ്മുടെ കൊച്ചി മെട്രോയ്ക്ക്? ഞാൻ ആ രീതിയിൽ ആക്ച്വലി ഈ കാര്യങ്ങൾ നോക്കാറില്ല. ഞങ്ങൾ ചില പദ്ധതികൾ ഫസ്റ്റ് ഇവിടെ നടപ്പാക്കി. അതുപോലെ തന്നെ കുറച്ച് പദ്ധതികൾ മറ്റേ മെട്രോ ആരംഭിച്ചിട്ടുണ്ടാകും, എനിക്കറിയില്ല. നമ്മുടെ ആക്ച്വലി 2 കാര്യം മനസ്സിലാകും. നമ്മുടെ ഈ മെട്രോ എത്ര ആളെ ഉപയോഗിക്കുന്നുണ്ട്, എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതാണ് റൈഡർഷിപ്പ് പറയുന്നത്. റൈഡർഷിപ്പ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള, ഞങ്ങൾ നേരത്തെ
വിചാരിച്ചിട്ടുള്ള റൈഡർഷിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. അതെത്രയാ സാറേ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് 2 ലക്ഷം രൂപ മുകളിലാണോ സാർ? അതാണോ ഡ്രീം ചെയ്യുന്നത്? ഞാനാണോ? അതാണ് സാർ. ഞാൻ ആക്ച്വലി അതിൽ പല ആക്ച്വലി ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒഴിവാക്കിയിട്ട് ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുപോയാലും പിന്നെ എത്ര റൈഡർഷിപ്പ് കിട്ടണം. റൈഡർഷിപ്പ് മാത്രം കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഈ നമ്പർ 1 നമ്പർ 2 കാര്യത്തിൽ ഒരു അർത്ഥമുണ്ട്. കാരണം ഫസ്റ്റായിട്ട് ഈ മെട്രോ ആരവിടെയാണ്? ജനങ്ങളുടെ അല്ലേ? ജനങ്ങളുടെ. സോ ജനങ്ങളെ അവർ ഉപയോഗിക്കണ്ടേ? ഇത്ര നല്ല ഈക്കോ ഫ്രണ്ട്ലി, എയർ കണ്ടീഷൻഡ്, ഹൈജീനിക്, കറക്റ്റ് ടൈമിൽ എത്തും, ഈ കാര്യങ്ങളും എല്ലാം ഉണ്ടോ? പക്ഷേ ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല, കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ഞാൻ ചില സമയത്ത് മെട്രോയിൽ പോകുന്ന സമയത്ത് ഞാൻ അത് മാത്രം ആലോചിക്കും, ഇത്ര നല്ല ട്രെയിൻ, ഇത്ര നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ആളുകൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് അതെ. സോ ഞാൻ എന്താ ഇപ്പോൾ ചോദിച്ചാൽ ഒരു മാക്സിമം കാര്യങ്ങൾ ഈ റൈഡർഷിപ്പ് എങ്ങനെ കൂടും അതാണ് ആക്ച്വലി നോക്കുക. ഐ മീൻ പല മാർഗങ്ങൾ സ്ലോലി നമുക്ക് എക്സ്പെരിമെൻ്റൽ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ നോക്കി രാവിലെ ഒരു വൈകുന്നേരം കുറച്ച് സമയത്ത് ആൾക്കാർ ഇല്ല കൂടുതൽ. പീക്ക് അവർ അല്ല, പീക്ക് അവർ അവിടെ പീക്ക് അവർ പോലെ അല്ല, വളരെ കുറച്ച് ആൾക്കാർ 6 to 8 ആണ്. 6 to 8 രാത്രി 8 to 10. അതാണ് ഞങ്ങൾ പൈസ കുറഞ്ഞു 50% ആക്കി. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അച്ഛനമ്മയായിട്ട് കുറച്ച് സംസാരിച്ച സമയം കുട്ടികളുടെ ടിക്കറ്റ് കുറച്ച് കുറക്കണം, ഞാൻ 50% ഓൾമോസ്റ്റ് ആക്കി. കാരണം കുറച്ച് മാതാപിതാക്കൾ വന്നിട്ട് എന്നെ പറഞ്ഞു 1800 കൂടുതലാണ്, ഇത് എങ്ങനെ ചെയ്താലും പിന്നെ ശരിയാണ്. ഓക്കെ, അഗ്രി ചെയ്തു. ഒപ്റ്റിമം കപ്പാസിറ്റി ഉപയോഗിക്കണം. 25 ട്രെയിനുണ്ട്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ട്രെയിനാണ് 16, ഇന്നത്തെ 16ആണ്. 9 ട്രെയിൻ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. സോ അതുകൊണ്ട് വി ഹാവ് ടു ഗെറ്റ് ദ റൈഡർഷിപ്പ് ഫസ്റ്റ്. ഈ റൈഡർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ സമയത്ത് വെൻ യു ഡിസ്കവർ ദിസ് മെത്തഡോളജീസ് നിങ്ങൾ ചില സമയത്ത് ഫാസ്റ്റ് ആവും. എനിക്കറിയില്ല, പിന്നെ അതാണ് ഞങ്ങളിങ്ങനെ പറയുന്നു. അന്ന് ഒരു ദിവസം ഞങ്ങളൊരു ലൈവ് കാർട്ടൂൺ ഷോ നടത്തി. ആ കമ്പ്യൂട്ടർമാരെയൊക്കെ VIP ആക്കി. കമ്പ്യൂട്ടർ ആർക്കും അറിയില്ല, വലിയ പ്രസിദ്ധമുള്ള കാർട്ടൂണിസ്റ്റ് അവർ തന്നെ നിങ്ങൾ വരച്ചിട്ട് അവർക്ക് കൊടുത്തു. സോ അതാണെങ്കിൽ അവർക്ക് അത് മാത്രം ഓർമ്മക്ക് വേണ്ടിയല്ല, ആ ആളെ പിന്നെ തിരിച്ചു വരും. അതൊരു ആക്ച്വലി ബോണ്ടിങ് തുടങ്ങി. ഇങ്ങനെ കുറേ പ്രോഗ്രാംസ്, മ്യൂസിക്കൽ, ഡാൻസ് ഓർ ആർട്ടിസ്റ്റിക് എക്സിബിഷൻസ്, ഇതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരു സമയത്ത് നമുക്ക് 1.25 lakhs റൈഡർഷിപ്പ് വന്നു. അത് വളരെ കുറച്ച് സമയം, അത് ന്യൂ ഇയറിന്റെ സമയത്തുള്ളതാണോ? one day you should not consider. Continuously work for increasing so that it will not decrease. അതാണ് കോവിഡ് സമയത്ത് അത് നമ്മുടെ ഒരു റെസ്ട്രിക്ഷൻസ് ഞാൻ മനസ്സിലാക്കാം. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കോവിഡ് ഇപ്പോൾ അത്ര റെസ്ട്രിക്ഷൻ കുറഞ്ഞു. കോവിഡ് ഇപ്പോൾ വളരെ കുറഞ്ഞു. എല്ലാ ആക്ടിവിറ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സിനിമ തിയേറ്റർ പോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് ഗെറ്റ്, വി ആർ നൗ ഗെറ്റിംഗ്, ബട്ട് ഐ ആം സ്റ്റിൽ നോട്ട് ഹാപ്പി ബിക്കോസ് ഐ എം കൺസിഡറിങ് ഏത് ദിവസം നമുക്ക് 1 ലക്ഷം ഇവിടെ ആവും. അത് കാരണമായിട്ട് നെക്സ്റ്റിലേക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ്. സോ ഞങ്ങളിപ്പോൾ എങ്ങനെ പ്ലാനിങ്, അപ്പോൾ 1 lakh ക്രോസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ട്രെയിൻ റൺ ചെയ്യാം. കൂടുതൽ ട്രെയിൻ റൺ ചെയ്താൽ കുറച്ച് കൂടുതൽ ഡ്രൈവേഴ്സ് വേണം. ഡ്രൈവേഴ്സിൻ്റെ ഷോർട്ടേജാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ആക്ച്വലി ഓൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. മൈ ഓൺലി കൺസേൺ ഈസ് ദാറ്റ് ഹൗ ടു മേക്ക് കൊച്ചി മെട്രോ ദ മെട്രോ ഓഫ് ദ പീപ്പിൾ. അതാണെങ്കിൽ അവരെ സ്നേഹിച്ചിട്ട് അവർ കൊണ്ടുപോകും. എന്തായിരിക്കും അതിനൊരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത്? ബാരിയറായിട്ട് കുറേ ബാരിയേഴ്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഫെയർ കൂടുതലാണ്, ഇതാണ് ജനങ്ങളുടെ ഒരു ഇത്. അതുകൊണ്ട് റേഷണലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ മന്ത്ലി പാസ് വരും, അത് വളരെ ചീപ്പാവും. വീക്ക്ലി പാസ് വരും, പിന്നെ ഫോർട്ട്നൈറ്റ്ലി പാസ് വരും, ഈവൻ ആനുവൽ പാസ് വരും. അത് ഇപ്പോൾ അവർ കാരണം അത് പെട്ടെന്ന് ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ആ സിസ്റ്റമിൽ മാറ്റണം. കമ്പ്യൂട്ടറൈസ് സിസ്റ്റമാണല്ലോ. അപ്പോൾ അതിലേക്ക് അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിസ് ബാങ്ക് മറ്റേ അവരുടെ ആൾക്കാർ എല്ലാം ഇത് ചെയ്തിട്ട് ദേ ആർ മേക്കിംഗ് ദിസ്. വൺ ഈസ് റേഷണലൈസിങ് ദ ഫെയർ. രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് മൈൽ ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി.
ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക് ബസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ സൈക്കിൾക്ക് ഇത് കൂടുതൽ കൊടുത്താൽ സൈക്കിൾ നിങ്ങൾ കൊടുക്കാം. മെട്രോയിൽ നിന്ന് ഇറങ്ങുന്നു, മെട്രോ നിങ്ങൾ ബീറ്റിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നു, മെട്രോ സ്റ്റേഷനിൽ കയറി അതൊക്കെ കയറ്റിക്കൊണ്ടുപോയി പിന്നെ ഓഫീസിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്നു. അതാണെങ്കിൽ ഇത് കൂടാൻ മതി. അതിപ്പോഴും ഇല്ലേ? അല്ല, ഇപ്പോൾ വി ആർ ട്രൈങ് ടു മോർ ആൻഡ് മോർ എങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ റോട്ടറി ക്ലബ് ആയിട്ട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു 8,000 or 10,000 സൈക്കിൾ സിറ്റിയിൽ വേണം. സോ ഇറ്റ് വിൽ ബി നോൺ ആസ് ദ സിറ്റി ഓഫ് സൈക്കിൾസ്. അല്ലെ, അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ ഇവിടെ കുറയും. കാരണം കൊച്ചിയുടെ ക്യാരിങ് കപ്പാസിറ്റി റോഡിലെ ഇപ്പോൾ നോ ഇറ്റ് ഈസ് ഫുൾ. ഇപ്പോൾ ക്യാരിങ് കപ്പാസിറ്റി മെട്രോയുടെ റൈഡർഷിപ്പ് കൂടുന്നതോട് കൂടിയിട്ട് നമ്മുടെ സൈക്കിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഓരോരോ കാറിൽ ഓരോരോ ആൾ പോകുന്നുണ്ടോ, എത്ര സ്പേസ് പോകുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഗ്രീൻ പ്രോട്ടോകോൾ ആൻഡ് ഓൾ ദോസ്. പിന്നെ കുറേ കാര്യങ്ങൾ അട്രാക്ഷൻ വേണം. ഞാൻ ഉദാഹരണം പറയാം. ഒരു ഇടപ്പള്ളി സ്റ്റേഷനിലേക്ക് എന്തിനാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്? ലുലു മാളുണ്ടോ, പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനുണ്ടോ, മറ്റേ അതുപോലെ പല സ്ഥലങ്ങളിലെ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാകാൻ ഇപ്പോൾ ഓക്ഷൻ നടത്തി നല്ല കടകളൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഒരു പത്തടിപ്പാലം അവിടെ ആൾക്കാരെയോ അവിടെ ഒരു മിഠായി ഷോപ്പുണ്ട്, ആ മിഠായി ഷോപ്പിൽ ഈ മിഠായി കിട്ടും, സോ ഞാൻ അങ്ങോട്ട് പോവാം. ആ രീതിയിലാണ് ഞങ്ങൾ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുക. സിമിലർലി അപ്പോൾ കുറച്ചെല്ലാം നമുക്ക് ലാൻഡഡ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ഉപയോഗിച്ചാൽ അങ്ങോട്ടേക്ക് ആൾക്കാർ വരും. ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ പേട്ട സ്റ്റേഷനിൽ ഒരു ടർഫ് ഉണ്ടാക്കാൻ പോകുന്നത്. ടർഫ് ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. അപ്പോൾ 24 hours ആ KMRL ആക്ച്വലി ഇപ്പോൾ കേരള ബ്ലാസ്റ്ററായിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ആൾക്കാരെ പോയി അവിടെ കളിക്കും. കളിച്ചാൽ ആക്ച്വലി കളിക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലോ, അതിൽ കുറച്ച് പൈസ നമുക്ക് കിട്ടും. അതുകൂടാതെ ആൾക്കാർ പോകും, മെട്രോ ഉപയോഗിച്ചിട്ട് അവിടെ പോകും. തീർച്ചയായിട്ടും. സോ ദീസ് ആർ ദി പ്ലാൻസ് വി ആർ ആക്ച്വലി നൗ ഡൂയിങ് വെരി സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ സ്ലോലി അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അങ്ങ് ഈ മെട്രോയെ ജനകീയമാക്കാനുള്ളൊരു പദ്ധതി, അതായത് മെട്രോൻ്റെ ഫെയർ കുറയ്ക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ പാരൻസ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളുടെ ആ ഫെയർ ഒന്ന് കുറച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് മെട്രോ എന്ന് പറയുന്നത് അതൊരു കോർപ്പറേറ്റ് ഇമേജായിട്ട്, ബ്രാൻഡ് ഇമേജായിട്ട് നിൽക്കേണ്ടതാണ്. ഈ ഫെയർ കുറയ്ക്കുന്നത് ഈ കോർപ്പറേറ്റ് ഇമേജിനെ ബാധിക്കും. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ ആലോചിക്കാം. ഞാൻ കോർപ്പറേറ്റ് ഇമേജിലേക്ക് പോകുന്നില്ല. I am thinking that this particular metro was brought for mass transport. Mass transport should not be expensive. Mass transport should be affordable. അതാണ് ഞാൻ പറയുന്നത്. And mass transport only will be availed by people if they feel that this is for them. എന്തായാലും മെട്രോ ഓടണം, അപ്പോൾ ആള് കയറ്റി മെട്രോ ഓടിക്കണം. ഇപ്പോൾ ഖാലിയായിട്ട് ഓടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ദിവസം വന്ന ദിവസം ഒരു മെട്രോയിൽ കയറിയിട്ട് ഞാൻ വന്നു. ആ ടോട്ടൽ അന്നത്തെ പാസഞ്ചർ ആ മെട്രോ ട്രെയിനിൽ 7 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് കയറി. സോ ജസ്റ്റ് തിങ്ക് എ പർട്ടിക്കുലർ മെട്രോ വിച്ച് ക്യാൻ ക്യാരി അറൗണ്ട് 900 people or 800-900 people was only carrying 11 persons. അത് ഏത് ജനകീയ മെട്രോ ആണ് പറ? ഇല്ല, ഇന്ത്യയിലെ ഈ ടിക്കറ്റ് വരുമാനം പല മെട്രോകൾക്കും കുറവാണ്. ടിക്കറ്റ് ഇതര വരുമാനമാണ് കൂടുതൽ. അപ്പോൾ നമ്മളും ആ രീതിയിൽ ടിക്കറ്റ് ഇതര ആക്ച്വലി പല സ്ഥലങ്ങളിലെ പല പെർസെപ്ഷനാണ്. ജയ്പൂർ മെട്രോ ഏറ്റവും ചീപ്പസ്റ്റ് ആണ്. ഇപ്പോൾ കാൺപൂർ മെട്രോ വളരെ ചീപ്പാണ്. ചിലപ്പോൾ എനിക്കറിയില്ല അവരുടെ റൈഡർഷിപ്പ് എന്നാണ്, അവർ ആലോചിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ. ഞാൻ ആക്ച്വലി ഉദാഹരണം പറയാണ്ട്, ഞാൻ ഒരു ആളോട് എൻ്റെ ചോദിച്ചു, ആലുവ നിന്നു പേട്ട പോകാൻ വേണ്ടിയിട്ട് ഒരു 60 rupees ആണ് ടിക്കറ്റ്. ആലുവ നിന്നു പേട്ട പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോയാൽ 28 രൂപയിൽ പോവാം. ഞാൻ എന്തിനാണ് മെട്രോയിൽ പോകും? ആളുടെ ഒരു ലോജിക് ഉണ്ടല്ലോ, ലോജിക്കുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു റീസണബിൾ ആക്കാം. സോ നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, ഓക്കെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ 30 രൂപയിൽ ട്രാവൽ ചെയ്യാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 35-40 രൂപ. അതാണ് ആക്ച്വലി ഞങ്ങൾ സി ഇറ്റ് ഈസ് ദി ഡിസയർ ഓഫ് ദ പീപ്പിൾ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാഭമല്ല ഇത്, ലാഭം ആക്ച്വലി ഇതിലെ നമുക്ക് ലാഭം ആക്കാം. സി ഈ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, കുറേ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു വലിയ ഡിജിറ്റൽ സ്ക്രീൻ ഞങ്ങൾ ഇടപ്പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-3 സ്റ്റേഷനിൽ ഇപ്പോൾ വെക്കാൻ പോകുന്നത്.
ആൾക്കാരെ അവിടെ ഇപ്പോൾ ISL കളി കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി ആൾക്കാർ വലിയ സ്ക്രീൻ ഉണ്ടല്ലോ ഇവന് കാണാൻ വേണ്ടി. സോ ആ സമയത്ത് 10 പേര് പോകാനായിരുന്നു, ഇപ്പോൾ ഒരു 200 ആളുകൾ പോയി. ദാറ്റ് ഈസ് വൺ വേ ഗുഡ് ടു മീ. അത് കോമ്പൻസേറ്റ് ചെയ്യാണ്, കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ നമുക്ക് മെട്രോ ഡെയിലി ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടക്കണം, ലാഭമല്ല, മറിച്ച് ഇത് സിറ്റിയുടെ ഒരു ഗതാഗത സംവിധാനത്തിൻ്റെ ഒരു മികവായിട്ട് നിൽക്കണം. മാത്രമല്ല ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പൊടിപടലങ്ങളും വളരെ ഹൈജീനിക്കായിട്ട് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം, അതാണ് മെട്രോ. അങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്. ആ രീതിയിൽ അതിനെ ജനകീയമാക്കും. അപ്പോൾ ഒരു 2 ലക്ഷം റൈഡർഷിപ്പാണ് എന്റെ ടാർഗറ്റ്. 2 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ട് ഒള്ളി ടിക്കറ്റിന്റെ ബില്ല് കുറഞ്ഞിട്ട് മാത്രം നടക്കില്ല എനിക്കറിയാം. അതുകൂടാതെ കുറച്ച് സംവിധാനങ്ങൾ കൊടുക്കണം, മാറി നിൽക്കുന്ന ആളുകളെ അട്രാക്ട് ചെയ്യണം. ഇങ്ങനെയാണ് രണ്ടാമത്തെ ഫേസിന്റെ കൺസ്ട്രക്ഷൻ. രണ്ടാമത്തെ ഫേസിൽ ആക്ച്വലി എല്ലാ കാര്യങ്ങളും പ്രിപ്പറേറ്ററി വർക്ക് ഞങ്ങൾ തുടങ്ങി. അതിലെല്ലാം അലൈൻമെന്റ് മറ്റേ കാര്യങ്ങൾ. അതിൽ സാങ്കേതികമായിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റിനോട് റിട്ടൺ അപ്രൂവൽ വേണം. 10 ലക്ഷം പോപ്പുലേഷൻ, 10 ലക്ഷം താഴെയുള്ളവർക്ക് ഇപ്പോൾ മെട്രോ വേണ്ട. അപ്പം നമ്മളിത് ഫസ്റ്റ് ഫേസിന്റെ കണ്ടിന്യൂഷൻ ആണ്, അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കത് അതെ എല്ലാ ക്ലിയറൻസ് ആയി. ഈവൻ യൂണിയൻ ബഡ്ജറ്റിൽ ഓൾസോ ആ പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ എവിടെയെങ്കിലും ഒരു സാങ്കേതികമായിട്ട് ഒരു നമുക്ക് എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് ഞാൻ എല്ലാ ആളും ശ്രമിക്കുന്നുണ്ട്. ഐ ആം വെരി ഹോപ്പ്ഫുൾ ഇത് പെട്ടെന്ന് വരും. സെക്കൻഡ് പേജാണ് കല്ലൂർ ടു കാക്കനാട് ഇൻഫോ പാർക്കിനെ കൂടി കണക്ട് ചെയ്യുന്നതോടുകൂടി ഈ പറഞ്ഞ ഇതിൽ കൂടുതൽ റൈഡർഷിപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. കാരണം അവിടെ 50,000-ൽ പേരെ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. നോക്കട്ടെ. പിന്നെ അതുകൂടാതെ കാക്കനാട് ഈസ് ഗ്രോയിങ് with a lot of other business activities also, official business. So അത് എനിക്ക് തോന്നുന്നു റൈഡർഷിപ്പ് ഉണ്ടാകും. ഈസിയാണ് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ. അതെ, അങ്ങ് നന്നായി പെയിൻറ് ചെയ്യുന്ന ആളാണ്, അങ്ങ് നന്നായി പെയിൻറ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അങ്ങ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ മലയാള സിനിമ നന്നായി കാണുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ DGP സ്ഥാനത്തൊന്ന് മാറി. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി സമയം ഇപ്പോൾ കിട്ടുമോ എനിക്ക് ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഇത് പഠിക്കുന്നതായിരുന്നു. ഇപ്പോൾ സ്ലോലി ഈ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളായതുകൊണ്ടോ മെട്രോ എന്താണോ, മെട്രോയുടെ ടെക്നോളജി എന്താണോ, പിന്നെ എങ്ങനെ വയഡോക്ട് എന്താണോ എനിക്കറിയില്ലായിരുന്നു. പില്ലാറിൽ എന്താ ഉണ്ടോ ഇതോ, പിന്നെ ഈ സിസ്റ്റം എങ്ങനെ പുതിയ ഓർഗനൈസേഷനിൽ എങ്ങനെ ചെയ്യാൻ, ഈ കാര്യം പഠിക്കാൻ 2-3 മാസം അതിലേക്ക് പോയി. ഇനി പ്രത്യേകിച്ച് കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് കിട്ടും. അതാണ് ഉണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് 2022 വിൽ ബി ബെറ്റർ. കുറച്ച് സമയം കിട്ടും. ആണെങ്കിൽ നമുക്ക് കുറച്ച് പെയിന്റിങ് ചെയ്യാം, കുറച്ച് ഫോട്ടോഗ്രാഫി ഓൾസോ ചെയ്യാം. പിന്നെ ഇപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സോ വി ക്യാൻ റീഡ് സംതിങ് ഓൾസോ, ഗുഡ് ബുക്സ്. കോമിക്സ് ടെൻഷൻ വരുമ്പോൾ കോമിക്സ് വായിക്കുന്നത് കേട്ടിട്ടുണ്ട്, ടിൻറ്റിനൊക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എന്താണെന്ന് വെച്ചാൽ ഐ എം സം ടൈം എ ചൈൽഡ് ലൈക്ക് ഫീലിംഗ് വിൽ കം. അതാണെങ്കിൽ നല്ലതാണ്. അതിൽ ചിരിക്കാൻ വേണ്ടിയിട്ട് ടിൻറ്റിനോ ആസ്ട്രിക്സ് വായിച്ചാൽ അത് ഓൾ ടൈം ഗ്രേറ്റ്സ് അല്ല ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ വായിക്കാറുണ്ട് ചില സമയത്ത്. അതെ, പക്ഷേ ഇപ്പോൾ ഈ മെട്രോ ജോയിൻ ചെയ്തൊന്നും വായിച്ചിട്ടില്ല. കാരണം ഇതൊന്നും മെട്രോയുടെ കാര്യങ്ങൾ മാത്രം വായിച്ചാൽ അത് ഓൾ ടൈം ഗ്രേറ്റ്സ് അല്ല ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ വായിക്കാറുണ്ട് ചില സമയത്ത്. അതെ, പക്ഷേ ഇപ്പോൾ ഈ മെട്രോ ജോയിൻ ചെയ്തൊന്നും വായിച്ചിട്ടില്ല. കാരണം ഇതൊന്നും മെട്രോയുടെ കാര്യങ്ങൾ മാത്രം മെട്രോയുടെ കാര്യങ്ങൾ വായിച്ചു തീർക്കാൻ തന്നെ സമയമില്ലാതാണ്. അതെ അതെ. 36 വർഷത്തെ ഒരു ഔദ്യോഗിക ജീവിതം, 36 വർഷത്തെ 85-ൽ തുടങ്ങിയപ്പോൾ 2021 ആയി. എപ്പോഴെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ്? CBIയുടെ തലപ്പത്ത് വരാത്തതിലൊരു വിഷമം? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതായിരുന്നു. ബിക്കോസ് ഐ വാസ് വെരി മച്ച് ക്വാളിഫൈഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. ആൻഡ് പക്ഷേ ചില സമയത്ത് യുവർ ലോക്ക് ഡസൻ ഫേവർ യു. ഇറ്റ്സ് എ സെലക്ഷൻ. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അത് കിട്ടിയില്ലാതെ കൊണ്ട് എനിക്ക് ഓഫ്കോഴ്സ് ഞാൻ പറയൂല എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. ഒരു ദിവസമായി, പിന്നെ അത് കൊണ്ട് ഞാൻ റീകൺസൈൽ ചെയ്തു. ഓക്കെ, കിട്ടിയില്ല, പിന്നെ എന്താ ചെയ്യാം. എങ്ങനെയാണ് ഈ കോൺട്രവേഴ്സികളൊക്കെ കാണുന്നത്? എനിക്ക് തോന്നുന്നു വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, തന്നെ തീരട്ടെ, ഞാൻ ബെഹ്റയുടെ വഴിക്ക്, അങ്ങനെയുള്ളൊരു സ്റ്റാൻഡാണ്. ഞാൻ
കോൺട്രവേഴ്സി രീതിയിലേ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളാണ് അതിനോട് പ്രതികരിക്കുകയില്ല. ഞാൻ പ്രതികരിക്കാറില്ല. ഞാൻ ആക്ച്വലി ഒരു കാര്യം ചോദിക്കാറുണ്ട്, ഡിഡ് ഐ ഡു എനിത്തിങ് റോങ്? ഇഫ് ഐ സേ ഗെറ്റ് ആൻസർ ഈസ് നോ, ഐ ഡിഡ്ന്റ് ഡു എനി റോങ്, ഐ ഡോണ്ട് റിയാക്ട് അറ്റ് ഓൾ. എൻ്റെ മനസാക്ഷിയെ എനിക്ക് തൃപ്തിപ്പെടുത്തിയാൽ മതി, വേറെ ആരോടും പറയണ്ട. ഞാൻ ശരിയാണ്, ആ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകും. അതാണ് ലോക്നാഥ് ബെഹ്റ. അതെ, തീർച്ചയായിട്ടും അങ്ങയുടെ ടാർഗറ്റ്, അങ്ങയുടെ ഗോൾ, കൊച്ചി മെട്രോയെ സംബന്ധിച്ചുള്ള ഗോൾ. കൊച്ചി മെട്രോ, ഐ വാണ്ട് ടു മേക്ക് ദ ബെസ്റ്റ് പീപ്പിൾ ഫ്രണ്ട്ലി മെട്രോ ഇൻ ദ കൺട്രി, ആൻഡ് ദാറ്റ് ഈസ് മൈ ഗോൾ. ആൻഡ് ഐ വിൽ ഡു ഓൾ മൈ ബെസ്റ്റ് ഓഫ് ദി ടെക്നോളജി ഫോർ ഈച്ച് ഓഫ്. ആക്ച്വലി നിങ്ങൾ പോകാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനൊരു എവ്രി യാത്ര വിൽ ബി മെമ്മറബിൾ. ആ രീതിയിലാണ് ഞാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് ഈ ഓർഗനൈസേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. ഐ ഹാവ് ദി സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓൾസോ ഹാസ് നോട്ട്, ഒരു കാര്യം നമുക്ക് നിഷേധിച്ചിട്ടില്ല. പുതിയ കാര്യങ്ങൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സ്ലോലി കൊണ്ടുപോകുന്നുണ്ട്. സോ ഞാൻ പറയുന്നത്, യു ഗോ ടു ബെഡ് വിത്ത് KMRL ആൻഡ് ഗെറ്റ് അപ്പ് വിത്ത് KMRL. അത്ര വിശാലമായ കാഴ്ചപ്പാടാണ്. അതെ, അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് ഹൈ ആക്കണം. സോ ദാറ്റ് യു ഷുഡ് ട്രൈ. ഇപ്പോൾ ബെഞ്ച് മാർക്ക് ലോ ആയി അച്ചീവ് ചെയ്തത് ഞാൻ അച്ചീവ് ചെയ്തു, അതിൽ പിന്നെ കോംപ്ലസൻസി വരും. സോ എവറി ടൈം ഐ ഹാവ് ഓൾസോ പുട്ട് മൈ ബെഞ്ച് മാർക്ക് വെരി ഹൈ, സോ ദാറ്റ് യു ട്രൈ. തീർച്ചയായിട്ടും അങ്ങയുടെ ലക്ഷ്യങ്ങൾ, അങ്ങയുടെ സ്വപ്നങ്ങൾ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.